ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. യദുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മഞ്ജുളാലിൻ്റെ കഥ കേട്ടാലോ? എങ്ങനെയാണ് മഞ്ജുളാല് പ്രശസ്തമായത്? മഞ്ജുളക്കുട്ടിയിലൂടെ ഈ ആൽമരം എങ്ങനെ പ്രശസ്തമായി നോക്കാം. വളരെ ദൂരത്തിൽ നിന്നായാലും അടുത്തു നിന്നായാലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാല് ഗരുഡഭഗവാനെയും കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം എത്തി, അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയല്ലോ, ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്ത വരുമെന്നാണ് പറയുന്നത്. ഭയങ്കര സന്തോഷമാണ് ഈ മഞ്ജുളാലും ഗരുഡ ഭഗവാനെയും കാണുമ്പോൾ. ഇനി കുറച്ച് ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാലോ. നമ്മൾ ഏറെ പ്രതീക്ഷിച്ച് ഭയങ്കര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ ഒരു സമയം അടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലേക്ക് ഭയങ്കര സന്തോഷം വീഴുകയാണ്. മഞ്ജുളാലിനെ കാണുമ്പോൾ ഭക്തജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. അതിന് ഒരു കാരണമുണ്ട്. അതിന് ആ പേര് കിട്ടിയത് എങ്ങനെയാണ്? ഭഗവാന്റെ ഒരു ഭക്തയിലൂടെയാണ്. ആ ഭഗവാന്റെ ആ ആൽമരത്തിന് മഞ്ജുളാല് എന്നുള്ള പേര് കിട്ടാൻ കാരണം ഭഗവാന്റെ തന്നെ ഒരു ഭക്തയിലൂടെയാണ്. ആ കഥ നമുക്കൊന്ന് കേട്ടാലോ? മഞ്ജുളക്കുട്ടിയുടെ കഥയാണ്. ഒരു ഗോപികയാണ് അവള്. വൃന്ദാവനത്തിലെ ഒരു ഗോപികയായിരിക്കാം. ഇതിലെ കഥകളൊക്കെ പലതരത്തിൽ പറയപ്പെടുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു തറവാട്ടിലാണ് ഈ മഞ്ജുള ജനിച്ചു വളരുന്നത്. അങ്ങനെയാണ്. അതായത് മഞ്ജുളാലിൻ്റെ കഥ, ഓരോ കഥകൾ കേൾക്കുമ്പോഴും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. അവിടെയുള്ള ജീവനക്കാരുടെ ഡയറി കുറിപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കഥകളാണത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു വലിയ തറവാട്ടിലാണ് ഈ മഞ്ജുള ജനിച്ചു വളരുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചു. ഇവൾ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞതും അച്ഛൻ മരിക്കുകയാണ്. അതിനുശേഷം അമ്മയും കൊച്ചു മഞ്ജുള കുട്ടിയും ബന്ധുക്കൾക്കൊപ്പം ആ തറവാട്ടിൽ കഴിയുകയാണ്. അവിടെ ആർക്കും ഇഷ്ടമല്ല ഇവരെ. പാവം മഞ്ജു ഈ മഞ്ജുള കുട്ടി ചെറുപ്പത്തിലെ തന്നെ അമ്മയോടൊപ്പം ആ വീട്ടിലെ പണിയൊക്കെ എടുക്കാൻ തുടങ്ങി. കാരണം വേറെ മാർഗ്ഗമില്ല. അച്ഛൻ മരിച്ചു, അമ്മ അവർ ആ തറവാട്ടിലാണെങ്കിൽ പോലും ഒരു പണിക്കാരത്തിയെ പോലെ അവിടുത്തെ എല്ലാ പണികളും ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അമ്മയുടെ സങ്കടം കണ്ടിട്ട് അവളും ചെറുപ്പത്തിലെ തന്നെ അമ്മയ്ക്ക് ഹെൽപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ദിവസവും മകളെയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ആ അമ്മ തൊഴാൻ വരുമായിരുന്നു. വളരെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് അമ്മയും മകളും അവിടെ നിന്നത് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. വേണമെങ്കിൽ അവർക്ക് എവിടേക്കെങ്കിലും പോകാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ, വളരെ കഷ്ടപ്പാടാണെങ്കിൽ പോലും ഇവിടെ അടുത്ത് ഗുരുവായൂരപ്പൻ ഉണ്ടല്ലോ, ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു അമ്മയും മകളും വേറെങ്ങും പോകാതെ അടിമപ്പണി പോലെ ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമായിരുന്നു അവർക്ക് ആശ്വാസം. രാവിലെയും വൈകുന്നേരത്തും വന്ന് ഭഗവാനെ തൊഴും. ആ തൊഴുന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആശ്വാസം. ആ തൊഴാൻ വരുമ്പോഴത്തേക്കും വീട്ടിലെ സർവ്വ പണികളും ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഭഗവാന്റെ മുന്നിൽ നിന്ന് അമ്മ പൊട്ടിക്കരയും. ആരുമില്ലല്ലോ, എനിക്ക് വളരെ കഷ്ടപ്പാടാണ്, എല്ലാവരും അധിക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ നിന്ന് അവളുടെ അമ്മ അങ്ങനെ പൊട്ടിക്കരയാണ്. അത് പലപ്പോഴും അവൾ നിസ്സഹായതയോടെ കണ്ടു നിൽക്കുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, അവൾ പറയും അമ്മയുടെ അടുത്ത്, എന്തിനാണ് അമ്മയെ കരയുന്നത്? നമുക്ക് ഗുരുവായൂരപ്പൻ ഇല്ലേ? എന്തിനാ കരയുന്നത്? കരയേണ്ട ആവശ്യമൊന്നുമില്ല. ആശ്രിതവത്സനല്ലേ ഗുരുവായൂരപ്പൻ ഇല്ലേ? അമ്മ കരയേണ്ടാട്ടോ എന്ന് പറഞ്ഞ് ആ കൊച്ചു മഞ്ജുക്കുട്ടി അമ്മയെ സമാധാനിപ്പിക്കുമായിരുന്നു. ഭഗവാൻ നമ്മളെ നോക്കില്ലേ അമ്മേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് ചോദിക്കും. എല്ലാ ദിവസവും വൈകിട്ട് മുല്ലയും തെച്ചിയും തുളസിയും കൊണ്ടൊരു മാല കെട്ടിട്ട് എല്ലാ ദിവസവും വൈകുന്നേരത്ത് മഞ്ജുളക്കുട്ടിയുടെ കൈകൊണ്ടുള്ള കെട്ടിയ മാലയാണ് ഭഗവാന് ചാർത്താറുള്ളത്. അത് കൊണ്ടുവന്ന് മേൽശാന്തിയെ ഏൽപ്പിക്കുമായിരുന്നു. അന്ന് അമ്പലം ഇത്ര പ്രശസ്തമൊന്നുമല്ലല്ലോ. ഇന്ന് നമ്മൾ കൊണ്ടുപോയി പൂവൊന്നും അവിടെ എടുക്കുകയില്ല, അതൊക്കെ വേസ്റ്റിലിടും. അതുകൊണ്ട് തന്നെ ഞാനൊരിക്കൽ പൂ കൊണ്ടുപോയപ്പോൾ അവിടെയുള്ള ആ ഒരു പണി അവിടെ അടിച്ചു വരുന്ന ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു,
ചേച്ചി എന്തിനാണ് ഇങ്ങനെ പൂവൊക്കെ വാങ്ങിയിട്ട് വരുന്നത്, ഇതൊന്നും ഉള്ളിലേക്ക് അവരൊന്നും എടുക്കില്ല, അത് പ്രത്യേക രീതിയിൽ കെട്ടിയിട്ടുള്ള, അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് പൂവുണ്ട്, അത് ഇവിടുത്തെ അവരുടെ ആ തുളസി വനത്തിലെ പൂവ് തന്നെ എടുത്തിട്ടാണ് കെട്ടുക, അല്ലാതെ ഇവിടെ നമ്മൾ കൊണ്ടുപോയി ഇതൊക്കെ വേസ്റ്റിലിടുകയാണ്, എന്തിനാണ് ചെയ്യുന്നത്, അതിന് ഭഗവാൻ എന്തെങ്കിലും നെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ദീപം കത്തുമല്ലോ, അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. അതിനുശേഷം ഞാൻ പിന്നെ ഒരിക്കലും മാല കൊണ്ടുപോകാറില്ല. അഥവാ മാല വാങ്ങിയാലും ഫ്രണ്ടിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ആ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അതിൽ ചാർത്തും, അല്ലാതെ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം നോക്കൂ, അന്ന് ഇത്ര പ്രശസ്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും പൂ കെട്ടി കൊടുത്ത ആ പൂവൊക്കെ ആയിരുന്നു ഗുരുവായൂരപ്പൻ ഇടുന്നത്, ഗുരുവായൂരപ്പൻ ചാർത്തുന്നത്. അത് കുഴപ്പമില്ലായിരുന്നു. അത് ഭഗവാന് ചാർത്തി കാണുന്നതാണ് അവൾക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ, അവളുടെ കൈകൾ കൊണ്ട് കെട്ടിയ മുല്ലയും തെച്ചിയും തുളസിയും കൊണ്ട് കെട്ടിയിട്ടുള്ള ആ പൂമാല ഇട്ട് കൊടുക്കുന്നത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, കൗമാരപ്രായമായി അവൾക്ക്. ആ കൗമാരപ്രായം ആകുമ്പോഴത്തേക്കും അവൾക്ക് മറ്റൊരു ദുരന്തവും കൂടി അനുഭവിക്കേണ്ടി വരികയാണ്. അവളുടെ അമ്മയും മരിക്കുകയാണ്. കുഞ്ഞുനാളിലെ അച്ഛൻ മരിച്ചു, പിന്നെ കൗമാരപ്രായമാകുമ്പോഴത്തേക്കും അമ്മയും മരിച്ചു. അവൾ പിന്നെ പാടെ ഒറ്റപ്പെട്ടു. അവൾക്ക് ഏക ആശ്രയം ഗുരുവായൂരപ്പൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരേ ഒരു ആശ്രയം ഭഗവാൻ മാത്രമായിരുന്നു. വീട്ടിലെ പണികളൊക്കെ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. എന്തൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചാലും രാവിലെയും വൈകുന്നേരം ഓടിയെത്തും, ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഓടിയെത്തുമായിരുന്നു. വന്ന് ഓടിത്തൊഴുതിട്ട് പോകും. അതുപോലെ എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോൾ അന്നത്തെ ആ മാലയും കൊണ്ട് തന്നെയാണ് അവൾ എല്ലാ ദിവസവും കൊടുക്കാറുള്ള ആ മാലയും കെട്ടിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ കുറേ നാൾ കഴിയുകയാണ്. അവൾക്ക് വിവാഹപ്രായമായി. വിവാഹം കഴിച്ചു വിടാൻ തന്നെ ആ തറവാട്ടിലെ ആർക്കും തന്നെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് അതിൽ കാര്യവുമില്ല, കല്യാണം കഴിച്ചു കൊടുക്കണം എന്നുള്ള അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. ഭഗവാനെ ഭർത്താവിനെ പോലെ കാണുന്നുള്ളത് കൊണ്ട് ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ ഭംഗിയുള്ള മാലയുമായിട്ട് അവൾ ഓടി വരും. അവൾ ഭഗവാനെ കാണുന്നത് പ്രേമഭക്തിയോട് കൂടിയിട്ടാണ്. തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എൻ്റെ ഭർത്താവായിട്ട് ഇതുപോലൊരു കണ്ണം വന്നിരുന്നെങ്കിൽ എന്നാണ് അവൾ ചിന്തിച്ചിട്ടുണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് വിവാഹത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ അവർ വിവാഹം കഴിച്ചു കൊടുത്തില്ലല്ലോ എന്നുള്ള സങ്കടം അവൾക്കില്ലായിരുന്നു. എപ്പോഴും ദീപാരാധനയ്ക്ക് മുൻപ് തന്നെ അവൾ ഓടി വരും, ഭംഗിയുള്ള ആ മാലയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഓടി വരും. നട അടയ്ക്കുന്നത് വരെ അവൾ അവിടെ തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത്. അവിടെ ഇരുന്ന് നാമം ജപിക്കും, പ്രാർത്ഥിച്ചു നിൽക്കും. ദീപാരാധനയൊക്കെ കഴിഞ്ഞ് പാദ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഏറെ വൈകിട്ടാണ് ഇവൾ വീട്ടിലേക്ക് പോവാറുള്ളൂ. വിവാഹപ്രായം എത്തിയ ഒരു പെൺകുട്ടി കൂടിയാണെന്ന് ഓർക്കണം. എന്നാൽ അവളുടെ ഈ രീതിയിലുള്ള പെരുമാറ്റവും ആ വീട്ടിലുള്ളവർക്ക് ആകെ ഇഷ്ടമാവാതിരിക്കുകയാണ്. എല്ലാവരും എതിർക്കുകയാണ് ചെയ്യുന്നത്. നിഷ്കളങ്കമായ കൃഷ്ണഭക്തി മറ്റാർക്കും പിടിക്കില്ല, അല്ലേ? കൃഷ്ണഭക്തിയുള്ള ആൾക്കാരെയൊക്കെ എന്താ പറയുക, അവർക്ക് വട്ടാണ്, പ്രാന്താണ്, എന്താ പറയുക, ഭക്തി മൂത്ത് പ്രാന്തായി, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഞാനൊക്കെ എത്രയോ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്നെയൊക്കെ ഇപ്പോഴും ഓരോ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മൾ ഇന്നൊന്നും അല്ല കൃഷ്ണഭക്തി വന്നത്. എന്നും നമ്മുടെ അമ്മ വളരെ എന്താ പറയുക, ഭഗവാന്റെ പ്രിയപ്പെട്ടവളായിരുന്നു. അപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് ഇങ്ങനെ കഥകളൊക്കെ കേട്ട് ആ ഒരു അവസ്ഥയിലാണ്. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് പുനർജനിച്ച് വന്നിട്ടുള്ള ഒരു കൃഷ്ണഭക്തിയൊന്നും അല്ല. എന്നെയും കുറേ ആൾക്കാരൊക്കെ കളിയാക്കാറുണ്ട്. ഉള്ളി കഴിക്കാറില്ല, അത് കഴിക്കാറില്ല, ഇത് കഴിക്കാറില്ല, കൃഷ്ണഭക്തി, എന്നിട്ട് കൃഷ്ണൻ എന്തുകൊണ്ട് തന്നു എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ ആക്സിഡൻ്റായി കിടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇപ്പം ആക്സിഡൻ്റ് ആയില്ലേ, എവിടെ കൃഷ്ണൻ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് അടക്കം ചോദിച്ചിട്ടുണ്ട് എവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. ദീപം വെക്കാൻ സമ്മതിക്കാതെ ആയിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു. ഞാൻ എണീറ്റ് ഞൊണ്ടിയിട്ടാണെങ്കിലും ദീപം വെച്ചു, നിങ്ങൾ വെക്കണ്ട. അപ്പോൾ കൃഷ്ണൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണൻ ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നെ തട്ടിപ്പോയേനെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതാണ് നമ്മൾ അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരാൾ പറയാന്നുണ്ടെങ്കിൽ പുറമേയുള്ള ആളുകൾ നമ്മളെ ഇതല്ലേ പറയുക, ഇതിൻ്റെ അപ്പുറമായിരിക്കും പറയാം. നമുക്കതിനൊന്നും കാര്യമില്ല. അതൊക്കെ ഇരു ചെവി തന്നിട്ടില്ലേ ഭഗവാൻ, ഒരു ചെവി കൂടെ കേൾക്കുക, ഒരു ചെവി കൂടെ കളയുക എന്നുള്ളതാണ്. അപ്പോൾ കൃഷ്ണഭക്തി ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. കാരണം അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. തോന്നിയ പോലെ പോവുക, തോന്നിയ പോലെ ചെയ്യുക, അതൊന്നും അതിൽ പറ്റില്ല എന്നുള്ളതാണ്. വിവാഹപ്രായമായ കുട്ടികൾ ഇങ്ങനെയൊന്നും പാടില്ല, തോന്നിയ സമയത്ത് പോയിട്ട് ഇങ്ങനെ ഏറെ വൈകിട്ടൊന്നും വരാൻ പാടില്ല എന്നൊക്കെ പറയും. ഇപ്പം നമ്മളും പറയില്ല, നമ്മുടെ മക്കളുടെ അടുത്ത് പെൺമക്കളാണെങ്കിൽ പറയും, എന്താണ് തോന്നിയ സമയത്ത് കയറി വരുന്നത്, തോന്നിയ സമയത്ത് പോണ് എന്നൊക്കെ നമ്മളും പറയാറില്ല. അതുപോലെ തന്നെ അവരും പറയുകയാണ്, അങ്ങനെയൊന്നും പറ്റില്ല, വിവാഹപ്രായമായ കുട്ടിയാണ് നീ, അത് നീ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിലുള്ള തറവാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ചീത്ത പറയുകയാണ്. പലതരത്തിലും അവളെ അവർ സങ്കടപ്പെടുത്തുകയാണ്. എല്ലാം ഭഗവാനിൽ ഒന്നും തിരിച്ചൊന്നും അവൾ പറയില്ല, മറുത്തൊന്നും പറയില്ല. അതങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. കൃഷ്ണഭക്തി ആയിട്ടുള്ള ആളുകൾക്ക് ആരെന്ത് പറഞ്ഞാലും മാക്സിമം അവർ പിടിച്ചു നിൽക്കും. അവസാനം ഗതി മുട്ടുമ്പോഴാണ് എന്തെങ്കിലും ഒരു വാക്ക് പറയുക. അപ്പോൾ അതുപോലെ തന്നെയാണ്
ഈ പറയുന്ന നമ്മുടെ മഞ്ജുളക്കുട്ടിയും അവളെ വല്ലാണ്ട് അവർ ദ്രോഹിക്കുന്നുണ്ട്, വല്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും അവൾ മൈൻഡ് ചെയ്യില്ല. ഭഗവാനിലെല്ലാം സമർപ്പിക്കുകയാണ്. എന്നെ പറയുന്നതെല്ലാം ഭഗവാനെ നീ കേട്ടോ, നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അവൾ അവിടെ സമർപ്പിക്കുകയാണ്. അങ്ങനെ അവൾ ജീവിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കാതെ, അതിനൊന്നും ചെവി കൊടുക്കാതെ, അതിനൊന്നും പരിഭവം പറയാതെ അവൾ അങ്ങനെ ഭഗവാനോട് മാത്രം അതൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനോട് മാത്രമേ അവൾ പറയുള്ളൂ. അവൾക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണത്? ഞാൻ തീർക്കുന്ന ഈ മാല എനിക്ക് എൻ്റെ മരണം എപ്പോൾ വരെയുണ്ടോ, എൻ്റെ ശരീരത്തിൽ ഈ ആത്മാവ് എനിക്ക് എത്ര കാലം വരെയുണ്ടോ, എൻ്റെ ജീവൻ എത്ര കാലം വരെയുണ്ടോ, അത്ര കാലം വരെയും നിനക്ക് വൈകുന്നേരത്തെ ഈ മാല കെട്ടി നിനക്ക് ചാർത്തി തരാനായിട്ട് എനിക്ക് സാധിക്കണമേ, അത് കണ്ട് എനിക്ക് സന്തോഷം കൊള്ളണം എന്നാണ് അവൾ ഭഗവാനോട് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ആഗ്രഹം. നമ്മളൊക്കെ ആണെങ്കിൽ എന്തൊക്കെ പറയും ഭഗവാനോട്? അപ്പോൾ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ എത്തിക്കണം എന്നാണ്, ചാർത്താൻ എനിക്ക് കഴിയണേ എന്ന് കൃഷ്ണഭക്തിയോട് കൂടിയിട്ട് അവൾ പറയുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ ഒരു ദിവസം ഭഗവാന് ഹാരമൊക്കെ തീർത്തിട്ട് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ കാരണവന്മാരെല്ലാവരും കൂടെ ഇവളെ തടയും. പോവണ്ട, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നീ രാത്രി ഏറെ വൈകി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് വീട്ടിനകത്തേക്ക് കയറി വരുന്നത്. ഇതൊന്നും ഇവിടെ നടക്കുന്ന ശീലമല്ല. ഈ വീട്ടിലുള്ള സ്ത്രീകളൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് നീയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോവണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തും. പക്ഷെ അവൾ അതൊന്നും വകവയ്ക്കാതെ അവൾ പോയി ഡ്രസ്സൊക്കെ മാറി വീണ്ടും ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു കാരണവർ ഇവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് റൂമിലിട്ട് പൂട്ടും, വാതിലിട്ട് അടച്ചു വെക്കും. പോവണ്ട, അത് ശരിയായിട്ടുള്ള കാര്യമല്ല, മാത്രമല്ല നീ അവിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ അച്ചടക്കത്തോട് ഒതുക്കത്തോട് കൂടിയിട്ട് വേണം, കുടുംബത്തിലെ കുട്ടികൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ആ കാരണവർ പറഞ്ഞ വീട്ടിൽ പൂട്ടിയിട്ടു. പക്ഷെ അവളൊന്നും കേൾക്കാത്തതുപോലെ നിന്നു. ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി വീണ്ടും ഒരുങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവരെന്ത് ചെയ്തത്, ആ മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു. മഞ്ജുള ഭഗവാനെ വിളിച്ച് കരയുകയാണ്. വല്ലാത്ത വിഷമമായി. ആകെ ഒരു അഭയം എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് കരയുക, അല്ലെങ്കിൽ ഭഗവാൻ ഈ മാല ചാർത്തിട്ട് അതിങ്ങനെ കൺകുളിരെ കണ്ട് ആനന്ദം കൊണ്ട് പാദസേവ ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ഏക ആശ്രയം, ആശ്വാസം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതും നടക്കുന്നില്ലല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ വിളിച്ച് കരയുകയാണ്. എനിക്ക് ആരുമില്ലല്ലോ, ഉറ്റവരുമില്ല, ഉടയവരുമില്ല, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം നീ തന്നത്? എന്നെ കൊണ്ടുപോയിക്കൂടെ കണ്ണാ, അങ്ങയുടെ വൃന്ദാവന ഗോലോകത്തേക്ക് എന്നെ കൊണ്ടുപോയിക്കൂടെ എന്ന് പറഞ്ഞ് ആ റൂമിൽ കിടന്നിട്ട് അവള് അങ്ങനെ കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. ഒരു ഗോപികയായിട്ടെങ്കിലും എന്നെ കൊണ്ടുപോയിക്കൂടെ, ഇന്ന് അങ്ങേക്ക് ഈ ഹാരവും തരാൻ പറ്റിയില്ലല്ലോ, ഇന്ന് വൈകുന്നേരത്തെ എപ്പോഴും മഞ്ജുളയുടെ മാലയാണ് ഭഗവാൻ വൈകിട്ട് ചാർത്തുക, ഇന്ന് എനിക്ക് അങ്ങേക്ക് ഈ മാലയും തരാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കരഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പൂട്ടിയിട്ട വാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കുന്നത് അവൾ കാണുന്നത്. പെട്ടെന്ന് അവൾ ആ മാലയും എടുത്തിട്ട് ഒരൊറ്റ ഓട്ടമാണ് അമ്പലത്തിലേക്ക് ഓടുകയാണ്. അമ്പലത്തിലേക്ക് ഓടുമ്പോഴത്തേക്ക് ഹാരവുമായിട്ട് ഓടുകയാണ്. അവിടെ പോകുമ്പോഴെന്താണ്, ഭക്തജനങ്ങളൊന്നുമില്ല, ആരുമില്ല, അടഞ്ഞു കിടക്കുന്ന അമ്പല നടയാണ് അവൾ കാണുന്നത്. മേൽശാന്തി നടയൊക്കെ പൂട്ടിയിട്ട് അമ്പല നടയൊക്കെ പൂട്ടി പോയിരിക്കുന്നു, പൂജയൊക്കെ കഴിഞ്ഞ് പോയിരിക്കുന്നു. ഭക്തജനങ്ങളുമില്ല, തിക്കും തിരക്കും ഒന്നും ഇല്ലാത്ത ആ അടഞ്ഞു കിടക്കുന്ന തിരുനടയുടെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മുടെ മഞ്ജുളക്കുട്ടി ഇങ്ങനെ പൊട്ടി കരയാണ്. എന്നിട്ട് ഭഗവാനെ വിളിച്ച് കരയാണ്, എൻ്റെ കൃഷ്ണ, എനിക്ക് ആരുമില്ലല്ലോ, എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഈ ഹാരം അങ്ങേ ഒന്ന് ചാർത്തി കാണണം എന്ന് മാത്രമല്ലേ, എന്നിട്ട് എന്തേ അത് ഇന്ന് മുടക്കിയത്, ഇന്ന് അത് മുടങ്ങിയല്ലോ, ഞാൻ എത്ര നിർഭാഗ്യവതിയാണെന്ന് ഓർത്തു നോക്കൂ എന്ന് ഭഗവാന്റെ അടുത്ത് മഞ്ജുള പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഭഗവാന്റെ തിരുനടിയിൽ കണ്ണീർ വാർത്തുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അവൾ നാമസങ്കീർത്തനമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഏറെ നേരം നിൽക്കുകയാണ്. അവളുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് വേറൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണ്? അത് സാക്ഷാൽ പൂന്താനം തിരുമേനിയാണ്. പൂന്താനം തിരുമേനി ഇവൾ പറയുന്നതൊക്കെ കാണുകയാണ് ചെയ്യുന്നത്. നിത്യസന്ദർശകനാണ് പൂന്താനം. എല്ലായ്പ്പോഴും പൂമാലയുമായി വരുന്ന മഞ്ജുവിനെ നന്നായിട്ട് ഈ പൂന്താനം തിരുമേനിക്ക് അറിയാമായിരുന്നു. ഭഗവാനെ വിളിച്ച് പൊട്ടിക്കരയുന്ന അവളെ ആശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. നീ കരയണ്ട, പോട്ടെ, സാരമില്ല, നീ കരഞ്ഞാൽ ഭഗവാനും സങ്കടപ്പെടും, അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട കേട്ടോ എന്ന് പറയാണ്. നിന്റെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാം കാണുന്നുണ്ട് ഭഗവാൻ, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട്, പിന്നെ എന്തിനാ കരയുന്നത്? എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് കേട്ടോ പറയും. സാരമില്ല കേട്ടോ പറയും. സർവ്വവ്യാപിയാണ് ഭഗവാൻ, എല്ലാവിടെയും വ്യാപിച്ചു നിൽക്കുകയാണ് അല്ലേ? തൂണിലും തുരുമ്പിലും കല്ലിലും പുല്ലിലും മണ്ണിലും പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തും സർവ്വവ്യാപിയായിരിക്കുന്ന ആ ഭഗവാനെ
ഭഗവാൻ എല്ലാം അത് കാണുന്നുണ്ടാവും. അതാ നോക്കൂ, നീ ഒരു കാര്യം ചെയ്യ്, അതാ നോക്കൂ, ആ ഒരു ആൽമരം കണ്ടോ, ആ ആൽമരത്തിന് ചുവട്ടിൽ ഒരു കല്ലുണ്ട്, ആ കല്ലിൽ പോലും ഭഗവാൻ ഉണ്ട് എന്ന് പൂന്താനം മഞ്ജുളക്കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ ഹാരം നീ ആ കല്ലിൽ കൊണ്ടുപോയി ചാർത്തു, ഭഗവാൻ സ്വീകരിക്കും, തീർച്ചയായിട്ടും ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നിൽക്കുന്ന അവൾക്ക് പൂന്താനത്തിന്റെ വാക്കുകളേക്ക് ആശ്വാസമായി മാറുകയാണ്. വളരെ എന്താ പറയുക, ആശ്വാസം നൽകി എന്നാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞതാണെന്ന് അവൾക്ക് തോന്നിയത്. പൂന്താനം തിരുമേനി വന്ന് പറഞ്ഞു എന്നായിട്ടല്ല അവൾക്ക് തോന്നിയത്. ഇത് ശരിക്കും ഭഗവാൻ തന്നെയാണ്, ഭഗവാനാണ് പറഞ്ഞത്. ആൽമരച്ചോട്ടിൽ ഒരു കല്ലുണ്ട്, അതിലും ഭഗവാനുണ്ട്, നീ അതിൽ കൊണ്ടുപോയി ചാർത്ത്, അതെല്ലാം ഭഗവാൻ കാണും എന്ന് പറയണേ. എന്നിട്ട് കിഴക്കേ നടയിലുള്ള ആ ആൽമര ചുവട്ടിലേക്ക് ഓടുകയാണ്. കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ്, ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഞ്ജുളക്കുട്ടി അങ്ങനെ ഓടുകയാണ് ചെയ്യുന്നത്. പൂന്താനത്തിന്റെ വചനങ്ങൾ ഭഗവാന്റെ വചനമായിട്ടാണ് അവൾ എടുത്തിരിക്കുന്നത്. ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ എന്താ പറയുക, പൊറുക്കണേ എന്ന്, ഇതിൻ്റെ പാപവും പുണ്യവും എല്ലാം തന്നെ ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. കാരണം വൈകിയതൊരു തെറ്റാണെങ്കിൽ ഭഗവാനെ, അതിൻ്റെ ഞാൻ ചെയ്യുന്ന ഏതൊരു കാര്യമാണോ അതിൽ തെറ്റുണ്ടാവും ശരിയുണ്ടാവും, ആ തെറ്റും ശരിയും ഒക്കെ നിന്നിൽ തന്നെ ഞാൻ അർപ്പിക്കുന്നു. അതിൻ്റെ പുണ്യവും പാപവും ഒക്കെ ഭഗവാനെ നിനക്ക് തന്നെ ഇരിക്കട്ടെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈ മാല ചാർത്തൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ മാല ഭഗവാന് സമർപ്പിക്കുകയാണ്. ആശ്രയവും അഭയവും ഇല്ലാത്തവർക്ക് നീ തന്നെയാണ് തുണ എന്ന് എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹാരത്തോടൊപ്പം എന്നെ കൂടി സ്വീകരിക്കൂ കണ്ണാ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അത് ചാർത്തിയത്. അങ്ങയുടെ ഒരു ഗോപികയായിട്ടെങ്കിലും എനിക്ക് മോക്ഷം തരൂ കണ്ണ എന്ന് പറഞ്ഞുകൊണ്ട്, ഇനിയും ചിലപ്പോൾ അവർ വിട്ടൂന്ന് വരില്ല അല്ലേ, അപ്പോൾ എന്ത് ചെയ്തു, ഒരു ഗോപികയായിട്ടെങ്കിലും എനിക്ക് മോക്ഷം തരൂ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഞ്ജുള ആൽമര ചുവട്ടിലുള്ള ആ കല്ലിലേക്ക് ആ മാല ചാർത്തുകയാണ്. പിറ്റേ ദിവസം അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മേൽശാന്തി നട തുറക്കുകയാണ്. നട തുറന്നു ഭഗവാന്റെ വിഗ്രഹത്തിലെ മാലകളൊക്കെ മാറ്റുകയാണ്. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ മാലകളൊക്കെ മാറ്റിയിട്ട് എണ്ണ തേച്ചൊരു കുളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാണ്. ആ ചെയ്യുന്ന സമയത്ത് വിഗ്രഹത്തിലെ മാലകളൊക്കെ എടുത്തു മാറ്റും. എന്നാൽ ഒരു മാല മാത്രം മാറ്റാൻ പറ്റുന്നില്ല. അതിങ്ങനെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ വിഗ്രഹത്തിൽ കുടുങ്ങിക്കിടന്ന്, ഭഗവാന്റെ വിഗ്രഹത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. ആ മാല എത്ര ഊരാൻ ശ്രമിച്ചിട്ടും അത് ഊരാൻ പറ്റുന്നില്ല. പല രീതിയിലും കുടുക്കഴിക്കാൻ നോക്കുമ്പോൾ കഴിയുന്നേ ഇല്ല മേൽശാന്തിക്ക്. മേൽശാന്തി പെട്ടെന്ന് പുറത്ത് വന്നിട്ട് മറ്റുള്ളവരോട് പരിഭവം പറയുകയാണ്, ഈ മാല മാത്രം മാറ്റാൻ പറ്റുന്നില്ല, എന്താണാവോ. ഇത് കേട്ട പൂന്താനം അവിടെ ഉണ്ടല്ലോ, ഇത് കേട്ട പൂന്താനം ഇങ്ങനെ പതുക്കെ നോക്കണേ ഏത് മാലയാണെന്ന് പറഞ്ഞ് നോക്കുകയാണ്. ഭഗവാന്റെ വിഗ്രഹത്തിലെ ആ മാല കണ്ട് അത്ഭുതപ്പെടുകയാണ് പൂന്താനം. എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടുന്നത്? ഇത് മഞ്ജുള ഇന്നലെ വൈകുന്നേരത്ത് ചാർത്തിയ മാലയാണത്. ഞാൻ പറഞ്ഞിട്ടാണ്, ഇന്നലെ നടയടച്ച ശേഷമാണ് മഞ്ജുള ഈ മാലയുമായിട്ട് ഓടി വന്നത്. അതിൻ്റെ നടയ്ക്ക് മുമ്പിൽ നിന്ന് അവൾ കരയുന്നത് കണ്ടപ്പോൾ ഞാനാണ് പറഞ്ഞത്, ആ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ആൽമര ചുവട്ടിലുള്ള ഒരു കല്ലുണ്ട്, അതിൽ കൊണ്ടുപോയി ചാർത്തിക്കോളൂ, എല്ലാം ഭഗവാൻ കാണും എന്ന് പറഞ്ഞിട്ട് ഞാനാണ് നിർദ്ദേശിച്ചത് എന്ന് നമ്മുടെ മേൽശാന്തിയോട് പറയുകയാണ്. ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, എന്തൊരു അത്ഭുതമാണ്. ആ മാല എത്ര അഴിച്ചിട്ടും കിട്ടാതാവുമ്പോൾ പിന്നെ ഈ കഥയും കൂടെ കേൾക്കുമ്പോൾ അവർക്ക് ആകെ ആനന്ദ പരവശ നിലയിലേക്ക് മാറുകയാണ്. ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥൻ, ആ കേവലമായിട്ടുള്ള എന്താ പറയുക, ആ സമയം വൈകിയ, കേവലമായതല്ല, സമയം വൈകിട്ടായാൽ പോലും ആ മാല എടുത്ത് അണിഞ്ഞിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണെന്ന് നോക്കണേ. ആചാരം ഭഗവാന്റെ മാറിൽ, ആ ഹാരം, ആ മാല ഭഗവാന്റെ മാറിൽ വന്ന് വീണ് കിടക്കുകയാണ്. അഹോ ഭാഗ്യം, ആ പുണ്യം ചെയ്തവളാണ് മഞ്ജുള, അവളാണ് ഏറ്റവും വലിയ ഭാഗ്യവതി, എത്ര പുണ്യം ചെയ്ത ജന്മമാണ് അവളുടേതെന്ന് അവിടെ നിന്നുകൊണ്ട് ആ മേൽശാന്തിയും അതേപോലെ തന്നെ പൂന്താനവും പറയുകയാണ്. ഭഗവാൻ ശരിക്കും നേരിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. പൂന്താനം പറയുന്നത് കേട്ട് മറ്റുള്ള എല്ലാവരും ആ ആൽമര ചുവട്ടിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും അവളെ കണ്ട് നമസ്കരിക്കണമെന്നുണ്ട്. ആ മഞ്ജുള, ആരാണ് ഈ മഞ്ജുള, ആ മഞ്ജുളയെ കണ്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടി നിന്ന ആൾക്കാരെല്ലാം ഓടുകയാണ് ആ ആൽമര ചുവട്ടിലേക്ക്. അപ്പോഴേക്കും ശ്രീ ഗുരുവായൂരപ്പൻ മഞ്ജുളയെ തൻ്റെ ഗോപികയായി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവൾ ആ മാല ചാർത്തുമ്പോൾ, തലേന്ന് മാല ചാർത്തുമ്പോൾ, എനിക്ക് ആരും ഇല്ലല്ലോ, ഉറ്റവരുമില്ല ഉടയവരുമില്ല ഭഗവാനെ, ഒരു ഗോപികയായിട്ടെങ്കിലും എന്നെ കൊണ്ടുപോ എന്ന് പറഞ്ഞിട്ടാണ് ആ മാല ചാർത്തിയത് അല്ലേ. അതുപോലെ തന്നെ അവളുടെ ആഗ്രഹം പോലെ തന്നെ അവളെ ഭഗവാൻ അങ്ങ് കൊണ്ടുപോവുകയാണ്, ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. പിന്നെ അവളെ ആരും കണ്ടിട്ടില്ല.
പിന്നെ ആ മഞ്ജുളയെ ആരും തന്നെ അവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തോ എവിടെയും തന്നെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ സ്മരണാർത്ഥമായിട്ടാണ് ഇന്നും മഞ്ജുളാല് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ആൽമരത്തിന് മഞ്ജുളാൽ എന്ന പേര് കിട്ടാനുള്ള കാരണം. ഭഗവാന് ഹാരത്തോടൊപ്പം തന്നെ സമർപ്പിച്ച മഞ്ജുവിൻ്റെ കഥയാണ് ഇന്നും ഇതുപോലെ ധാരാളം ആളുകൾ കാണും. ഇന്നും ഇതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ ഓരോരോ മാലകൾ കൊണ്ട് ചാർത്തുന്ന എത്രയോ ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഇത് കലിയുടെ കാലമായതുകൊണ്ടും അതിനോട് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു ഭാഗമായതുകൊണ്ടും അറിയപ്പെടാതെ പോവുകയാണ്. എത്രയോ മഞ്ജുളമാരുണ്ട്. പക്ഷേ ഈ മഞ്ജുളയ്ക്കാണ് ഭഗവാന്റെ കഥകൾ. ചിലപ്പോൾ ഇനി കാലങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു മഞ്ജുളയെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും, അല്ലേ? അപ്പോൾ ആളുകളുണ്ട്, അവരൊന്നും ഒറ്റയ്ക്കല്ല, ആരും ഇല്ലാത്ത, അല്ലേ, അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അനാഥമാക്കപ്പെടുന്ന കുറേ മക്കളുണ്ട്. അവരൊക്കെ ഭഗവാന്റെ മക്കളാണ്. ഭഗവാനെ ഭക്തിയോടുകൂടി സേവിക്കുകയാണെങ്കിൽ, സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന പറയാം. ഭക്തിയും സേവനവും നിഷ്കളങ്കമായി നിഷ്കാമമായി ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ, ശ്രീ ഗുരുവായൂരപ്പൻ, അതായത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നാഥൻ എപ്പോഴും എല്ലാവരുടെ ഹൃദയത്തിലും എല്ലാവരുടെ കൂടെയും നടക്കും, എപ്പോഴും ഉണ്ടാവും. മഞ്ജുളക്കുട്ടിയുടെയും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴാനുള്ള അനുഗ്രഹവും ഭഗവാൻ നൽകട്ടെ. ഹരേ കൃഷ്ണ. യദുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.